ഈ വർഷത്തെ യൂറോ കപ്പിന് ലോകം ഉറ്റുനോക്കുന്ന ഒരു ടീം തന്നെയാണ് ഫ്രാൻസ് എന്നത്. കാരണം എതിരാളികളെ വിറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വമ്പൻ ടീമുമായിട്ടാണ് ദിദിയർ ദശാംസ് എന്ന ചാണക്യൻ്റെ കീഴിൽ ഫ്രഞ്ച് പട യൂറോ കപ്പിനെത്തുന്നത്. 2022 ഖത്തർ വേൾഡ് കപ്പിലെ തോൽവിയൊന്നും അവർക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൻ്റെ എല്ലാ പ്രതികാരദാഹവും പേറി വരുന്ന ഫ്രഞ്ച് പടയെ നേരിടാൻ എതിരാളികളൊന്ന് ഒരുങ്ങിയിരിക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് യൂറോപ്പ് കീഴടക്കാൻ മുൻ ലോക ചാമ്പ്യന്മാർ സജ്ജമാക്കിയ ആ ഇടിവെട്ട് സ്ക്വാഡിനെ കുറിച്ചാണ്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെയും ആർത്തലച്ച് പെയ്യുന്ന പേമാരിയെയും നിഷ്പ്രയാസം തുറച്ചു നീക്കുന്നത് പോലെ ഫ്രഞ്ച് പടയുടെ കോട്ട തകർക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്ന ഓരോ വെടിയുണ്ടകളെയും നിഷ്പ്രയാസം തട്ടിയകറ്റാൻ ഗോൾബാറിന് കീഴിലെ കാവൽപ്പടന്മാർ മൈക്ക് മൈഗ്നാൻ, ബ്രൈസ് സാംബ ആൻഡ് അൽഫോണോസ് അരിയോല. ഇന്ന് ഏതൊരു എതിരാളികളെയും വിറപ്പിക്കാൻ സാധിക്കുന്ന ഡിഫൻസ് തന്നെയാണ് ഇന്ന് ഫ്രാൻസിനുള്ളത്. മധ്യവരയും കടന്ന് ഫ്രാൻസിന്റെ ഗോൾ വലയം തകർക്കാൻ തന്ത്രകുതന്ത്രങ്ങളുമായി വരുന്ന മുന്നേറ്റ നിരക്കാരെയും കാത്ത് ഗണ്ണൈസിന്റെ കുപ്പായത്തിൽ തകർത്താടിയ ഒരു മനുഷ്യൻ അവിടെ നിലയുറക്കും. ചങ്കുറപ്പുള്ളവന് മാത്രം അപ്പുറം കടക്കാം. തൻ്റെ എതിരാളികളെ ഗോളടിക്കുക എന്നത് സ്വപ്നം പോലും കാണാൻ പഠിപ്പിക്കാത്ത ഒരു മുതലാണത്. ഇന്ന് ആർസണലിന്റെ ഡിഫൻസിൽ ഉരുക്കുപോലെ നിൽക്കുന്ന വില്യം സാലിബ. അദ്ദേഹത്തോടൊപ്പം ഡിഫൻസിൽ പ്രതിരോധ അനുമതി കെട്ടിക്കൊണ്ട് മുന്നേറ്റ നിരക്കാരുടെ മുനയെടുക്കാൻ ബെഞ്ചമിൻ പവാർഡ്, ഉപമക്കാനോ, കോണ്ടെ, ഒപ്പം ഇബ്രാഹിം കോണറ്റയും. ഒരു ഭാഗത്ത് സാലിബയും കൂട്ടരും എതിരാളികളെ മെരുക്കി കുപ്പിയിലാക്കുമ്പോൾ ഫ്രാൻസിന്റെ മുന്നേറ്റത്തിന് കളിയുടെ 90 മിനിറ്റും കണ്ണിമ വെട്ടാതെ ഫോർവേഡിലേക്ക് അളന്നു മുറിച്ച പാസുകൾ നൽകാനും വേണ്ടി വന്നാൽ മുന്നേറ്റത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഗോളടി മേളം നടത്താനും ഫ്രാൻസിന്റെ സ്ക്വാഡിൽ അണികൾ സജ്ജമാണ്. മോഡേൺ ഫുട്ബോളിൽ വേഗതയുടെ പര്യായമായി പലരും ചൂണ്ടിക്കാണിക്കുന്ന തീഗോ ഹെർണാണ്ടസും കൂടെ റൈറ്റ് ബാക്ക് അടക്കി ഭരിക്കാൻ ജൊനാഥൻ ക്ലോസും. ഇനി പറയാൻ പോകുന്നത് പ്രതിഭാധാരാളിത്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഫ്രാൻസിന്റെ കുന്തമുനയായി കളിയെഴുത്തുകാർ ചൂണ്ടിക്കാണിക്കുന്ന അവരുടെ മധ്യനിരക്കാരെ കുറിച്ചാണ്. ഗോളടി മേളം നടത്തിക്കൊണ്ട് ഫ്രാൻസിന്റെ ഗോൾ വലയം നിറക്കാൻ വേണ്ടി നിൽക്കുന്ന മുന്നേറ്റ നിരക്കാരെ നോട്ടമിട്ടുകൊണ്ട് മധ്യനിരയിൽ നിന്ന് തന്നെ അവരുടെ മുന്നേറ്റത്തെ നിഷ്പ്രഭമാക്കാനും കഴുകൻ തൻ്റെ ഇരകളെ റാഞ്ചിയെടുക്കുന്നത് പോലെ എതിരാളികളുടെ കാലുകളിൽ നിന്ന് പന്ത് റാഞ്ചിയെടുക്കാൻ റയൽ മാഡ്രിഡിന്റെ കോട്ടയിലെ പ്രധാന താരങ്ങൾ ചൗമിനി ആൻഡ് കമവിംഗ. ഇവർക്കൊപ്പം 2018 വേൾഡ് കപ്പ് ഫ്രാൻസ് ചൂടിയപ്പോൾ അതിനുവേണ്ടി 100% തൻ്റെ ജീവൻ വരെ കൊടുത്ത് പോരടിച്ച ഒരു മനുഷ്യനുണ്ട്. ഫ്രാൻസിൻ്റെ സ്റ്റേഡിയം തൂപ്പുവാരിയ പയ്യൻ പിന്നീട് നടന്ന വേൾഡ് കപ്പിൽ ഫ്രാൻസിൻ്റെ കിരീടദാനത്തിൽ മുഖ്യ പങ്ക് വഹിച്ച കഥ എന്നും പ്രചോദനമാണ്. കാൽപന്ത് ലോകത്ത് ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു മുതലാണത്. തൻ്റെ പുഞ്ചിരി കൊണ്ട് ലോകം കീഴടക്കിയ ഫ്രഞ്ച് വസന്തം എൻഗോളോ കാൻറ്റെ. ഫ്രാൻസിന്റെ മധ്യനിരയിൽ നിന്ന് എതിർ പോസ്റ്റിന്റെ ഗോളിതലം ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകൾ ഉതിർക്കാനും എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള പിൻ പോയിന്റ് പാസുകൾ നൽകി മുന്നേറ്റത്തിന് ചൂട് പകരാൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിന്റെയും സെൻട്രൽ മിഡ്ഫീൽഡിന്റെ റോഡുകൾ ഭദ്രമായി കൈകാര്യം ചെയ്യുന്നവർ ഫൊഫാന, റാബിയോട്ട് ആൻഡ് ദ യങ് സെൻസേഷൻ എമറൈ. ഇനി അവസാനമായി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രഞ്ച് പടയുടെ അഹങ്കാരമായും എന്നാൽ എതിരാളികളുടെ അന്തകരെന്ന് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്ന ഫ്രാൻസിന്റെ മുന്നേറ്റ നിരക്കാരെ കുറിച്ചാണ്. ഇരുവിങ്ങുകളിലൂടെയും ഒരു പിടിയും തരാതെ പന്തുമായി പറക്കാൻ ഡിഫൻഡർമാർക്ക് തലവേദന സൃഷ്ടിക്കാനും മുന്നേറ്റത്തിൽ നല്ല വെടിച്ചില്ല ഐറ്റങ്ങളെ തന്നെയാണ് ദിദിയർ ദശാംസ് പടച്ചുവിട്ടത്. മുന്നേറ്റ നിരയിൽ ചിത്രശലഭങ്ങളെപ്പോലെ പാറി നടക്കാൻ കോമാൻ, ബാർക്കോല ആൻഡ് ഒസ്മാൻ ഡെംബലെ. പ്രതിരോധത്തിൽ ഏത് കൊലക്കൊമ്പൻ നിന്നാലും അവരെയെല്ലാം മറികടന്നുകൊണ്ട് ഗോളടി മേളം നടത്താൻ ഒലിവർ ജിറൂദ്, തുറാം ആൻഡ് കൊളോമുവാനി. ഇനി പറയാൻ പോകുന്നത് യൂറോക്കൊരുങ്ങുന്ന ഫ്രഞ്ച് പടയുടെ തലവനെ കുറിച്ചാണ്. ദിദിയർ ദശാംസ് കളി മൈതാനിയിൽ തന്ത്രങ്ങൾ ഒരുക്കുമ്പോൾ അതിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ
സെൻട്രൽ മിഡ്ഫീൽഡറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും സെക്കൻഡ് സ്ട്രൈക്കറായും സെൻട്രൽ ഫോർവേഡായും എല്ലാം കളിക്കാൻ കഴിയുന്ന ഒരു അസാമാന്യ പ്രതിഭ. സാക്ഷാൽ സിമിയോണിയുടെ വജ്രായുധം, ദ വൺ ആൻഡ് ഓൺലി ആന്റോണിയോ ഗ്രീസ്മാൻ. ഇനി ബാക്കിയുള്ളത് ഒരാൾ മാത്രമാണ്. ദശാംശിന്റെ കയ്യിലെ മാരകമായ ഒരു ബോംബാണത്. മെസ്സിക്കും റൊണാൾഡോക്കും ശേഷം ലോക ഫുട്ബോളിന്റെ ഭാവി ആരുടെ കയ്യിലാണ് എന്നതിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മറുപടി. എതിർ പോസ്റ്റിലേക്ക് മിസൈലുകൾ കണക്കെ ഷോട്ടുകൾ ഉതിർത്ത് എതിരാളികളെ വിറപ്പിക്കുന്ന താരം. സാന്റിയാഗോ ബെർണാബ്യുവിന്റെ പുൽമേടുകളെ പുളകം കൊള്ളിപ്പിക്കാൻ സാക്ഷാൽ പെരസ് പൊന്നും വില കൊടുത്ത് റയലിന്റെ തൂവള്ള ജേഴ്സിയിലേക്ക് കൊണ്ടുവന്ന താരം. ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനയെ വിറപ്പിച്ച ആ പുലിക്കുട്ടി, വെള്ളവരക്കപ്പുറത്തെ പിടികിട്ട പുള്ളി. ഹിസ് നെയിം ഈസ് കിലിയൻ എംബാപ്പെ. ഇത്രയും താരനിബിഡമായ സ്കോഡുമായി ഫ്രഞ്ച് പട യൂറോക്കൊരുങ്ങുമ്പോൾ അന്തിമവിധി എന്തായിരിക്കുമെന്നത് നമുക്ക് കാത്തിരുന്നു കാണാം.